നമസ്കാരം. ബിസിനസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ GDP 6.7% റോയിട്ടേഴ്സ് സർവേ. സ്വകാര്യ നിക്ഷേപത്തിലെ കുറവും മന്ദഗതിയിലുള്ള വ്യവസായ പ്രവർത്തനങ്ങളും സമ്പദ് വ്യവസ്ഥയ്ക്ക് വിനയായി. താരിഫിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ട്രംപ്. ഇന്ത്യൻ കയറ്റുമതി മേഖലയെ ആശങ്കയിൽ. കയറ്റുമതി നേർപകുതിയാവും. GST കൗൺസിൽ യോഗം സെപ്റ്റംബർ 3-ന്. ഭക്ഷ്യവസ്ത്രോൽപ്പന്ന നികുതി 5% സ്ലാബിലേക്ക് മാറുമെന്ന് സൂചന. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യൻ റിഫൈനറികൾ വെട്ടിക്കുറയ്ക്കും. US-ന്റെ ഉയർന്ന താരിഫാണ് റിഫൈനറികളെ പിന്തിരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ 70,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് സുസുക്കി. ഉൽപാദനം വർദ്ധിപ്പിക്കുകയും പുതിയ മോഡലുകൾ പുറത്തിറക്കുകയുമാണ് കമ്പനിയുടെ ലക്ഷ്യം. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 849 പോയിന്റ് ഇടിഞ്ഞ് 80,786-ലും നിഫ്റ്റി 255 പോയിന്റ് ഇടിഞ്ഞ് 24,712-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരുതി സുസുക്കി ഇന്ത്യ, ITC, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, അൾട്രാടെക് സിമന്റ് എന്നിവ നേട്ടമുണ്ടാക്കി. അതേസമയം ടാറ്റ സ്റ്റീൽ, ട്രെൻഡ്, ബജാജ് ഫിനാൻസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ് ഫിൻസർവ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ആക്സിസ് ബാങ്ക്, ടെക് മഹീന്ദ്ര, അദാനി പോർട്സ് എന്നിവ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടർ സൂചികകളിൽ FMCG ഒഴികെ മറ്റെല്ലാ മേഖലകളും നഷ്ടത്തിൽ അവസാനിച്ചു. PSU ബാങ്ക്, മെറ്റൽ ഫാർമ ഓയിൽ ആൻഡ് ഗ്യാസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി ടെലികോം എന്നിവ 1-2% ഇടിഞ്ഞു. BSE മിഡ് ക്യാപ് സൂചിക 1.3%, സ്മോൾ ക്യാപ് സൂചിക 1.7% ഇടിഞ്ഞു. ഇന്ത്യയുടെ GDP 6.7%-ലെത്തുമെന്ന് റോയിട്ടേഴ്സ് സർവേ. സ്വകാര്യ നിക്ഷേപത്തിലെ കുറവും മന്ദഗതിയിലുള്ള വ്യവസായ പ്രവർത്തനങ്ങളും സമ്പദ് വ്യവസ്ഥയ്ക്ക് വിനയായി. ഏപ്രിൽ-ജൂൺ മാസങ്ങളിൽ ഇന്ത്യയുടെ GDP 6.7%-ഓ അതിൽ കൂടുതലോ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് റോയിട്ടേഴ്സ് സർവേ സൂചിപ്പിക്കുന്നത്. സ്വകാര്യ നിക്ഷേപത്തിലെ കുറവും വ്യവസായ പ്രവർത്തനങ്ങളിലെ ദുർബലതയും സർക്കാർ ചെലവിലെ തിരിച്ചുവരവിനെ പ്രതിരോധിച്ചതായാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. തൊട്ടുമുൻപാദത്തിൽ GDP വളർച്ച 7.4%-ആയിരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ കേന്ദ്ര സർക്കാർ മൂലധന ചെലവ് വർദ്ധിപ്പിച്ചിട്ടും ഗുണം ചെയ്തില്ലെന്നാണ് വിലയിരുത്തൽ. ദുർബലമായ ഉപഭോക്തൃ ഡിമാൻഡ് സ്വകാര്യ നിക്ഷേപത്തെ പരിമിതപ്പെടുത്തി. ജൂൺ മാസത്തെ ഡാറ്റ പ്രകാരം മൂലധന ചെലവ് വർഷം തോറും 52% വർദ്ധിച്ച് ഏകദേശം 2.8 ട്രില്യൺ രൂപയായി. തൊഴിൽ ആശങ്കകളും വളർച്ചയെ തടഞ്ഞു. ഉപഭോക്തൃ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിനായി ദൈനംദിന സാധനങ്ങൾക്കും ചെറു കാറുകൾക്കും ഉപഭോഗ നികുതി കുറയ്ക്കാൻ മോദി നിർദ്ദേശിച്ചിരുന്നു. റിപ്പോ നിരക്ക് 75 ബേസിസ് പോയിന്റുകൾ കുറച്ചുകൊണ്ട് ഡിമാൻഡ് വർദ്ധിപ്പിക്കാനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശ്രമമുണ്ടായി. എന്നാൽ പല സ്വകാര്യ ബാങ്കുകളും ഇതുവരെ കുറഞ്ഞ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് കൈമാറിയിട്ടില്ലെന്നാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. താരിഫിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ട്രംപ്. ഇന്ത്യൻ കയറ്റുമതി മേഖല ആശങ്കയിൽ. കയറ്റുമതി നേർപകുതിയാകും. അമേരിക്കയുടെ 50% തീരുവ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് കനത്ത ആഘാതമാണ് സൃഷ്ടിക്കുക. $60 ബില്യൺ മൂല്യമുള്ളതാണ് ഇന്ത്യയുടെ വാർഷിക കയറ്റുമതി. വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ഓട്ടോമൊബൈൽ ഭാഗങ്ങൾ, പരവതാനികൾ, കാർഷിക ഭക്ഷ്യ ഇനങ്ങൾ, ചെമ്മീൻ, രാസവസ്തുക്കൾ, യന്ത്രങ്ങൾ തുടങ്ങിയ മേഖലകളെയാണ് US-ന്റെ അധിക താരിഫ് ഏറ്റവും കൂടുതൽ ബാധിക്കുകയെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി മൂല്യം $86.5 ബില്യൺ ആയിരുന്നു. US താരിഫുകൾ 2026 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി $49.6 ബില്യൺ കുറയ്ക്കും. ഇന്ത്യയുടെ US ഇതര ചരക്ക് കയറ്റുമതി 5% വളർന്ന് $368.5 ബില്യൺ മാറിയേക്കാം. GDP വളർച്ച 6.5%-ൽ നിന്ന് 5.6%-ആയി കുറയുമെന്നും വിലയിരുത്തുന്നു. എന്നാൽ 20% കയറ്റുമതി GDP അനുപാതം ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നതാണ്. ആഗോള വിപണിയിൽ ചൈന, വിയറ്റ്നാം, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാന എതിരാളികളാണ്. ഇന്ത്യയുടെ വിപണി വിഹിതം ഈ രാജ്യങ്ങൾ പൂർണ്ണമായി കൈയടക്കുന്നതിന് മുന്നേ സർക്കാർ അടിയന്തര സഹായം നൽകണമെന്നാണ് കയറ്റുമതിക്കാരുടെ ആവശ്യം. ഏഷ്യൻ രാജ്യങ്ങൾക്ക് മിക്കവയ്ക്കും 19 മുതൽ 20% വരെയാണ് US തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയ്ക്ക് 30%. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
GST കൗൺസിൽ യോഗം സെപ്റ്റംബർ 3-ന് ഭക്ഷ്യവസ്ത്രോൽപ്പന്ന നികുതി 5% സ്ലാബിലേക്ക് മാറുമെന്ന് സൂചന. തീയതികളിൽ യോഗം ചേരുന്നത്. നിത്യോപയോഗ വസ്തുക്കളടക്കം വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഇത്തവണത്തെ യോഗം. എല്ലാ ഭക്ഷ്യ തുണിത്തര ഉൽപ്പന്നങ്ങൾക്കും 5% സ്ലാബിലേക്ക് പൂർണ്ണമായി മാറുമെന്നാണ് സൂചന. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ചേരുന്ന കൗൺസിൽ GST സംവിധാനത്തിന്റെ പുനഃസംഘടനയെക്കുറിച്ചും ചർച്ച ചെയ്തേക്കും. സിമന്റ്, വ്യക്തിഗത ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ പോലുള്ള അവശ്യവസ്തുക്കളുടെ GST നിരക്കുകൾ കുറവുകൾ വരുത്താനാണ് പ്രധാന അജണ്ടയായി പരിഗണിക്കുക. ഉപഭോക്താക്കൾക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ ലഘൂകരിക്കാനും നികുതി ഘടന സുഗമമാക്കാനും ലക്ഷ്യമിട്ടാണിത്. ഇതോടെ സിമന്റിന്റെ GST നിലവിലെ 28% നിരക്കിൽ നിന്ന് 18% കുറയും. ആരോഗ്യ, വ്യക്തിഗത ഇൻഷുറൻസുകളെല്ലാം നികുതിരഹിതമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. RBIയുടെ പണപ്പെരുപ്പ് സർവേ ആരംഭിച്ചു. പണപ്പെരുപ്പത്തെക്കുറിച്ച് വ്യക്തികളുടെ അഭിപ്രായങ്ങൾ കണ്ടെത്താൻ ഉദ്ദേശിച്ചാണ് സർവേ നടത്തുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്തായിരിക്കും സർവേ നടത്തുക. രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന പണപ്പെരുപ്പത്തെക്കുറിച്ച് വ്യക്തികളുടെ അഭിപ്രായം കണ്ടെത്താനാണ് സർവേ. ഉൽപ്പന്നങ്ങളുടെ വില വ്യതിയാനം സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയിരുത്താൻ RBI പാദാടിസ്ഥാനത്തിൽ സർവേ നടത്തുന്നുണ്ട്. അഹമ്മദാബാദ്, ബംഗളൂരു, ഭോപ്പാൽ, ഭുവനേശ്വർ, ചണ്ഡീഗഡ്, ചെന്നൈ, ഡൽഹി, ഗുവാഹത്തി, ഹൈദരാബാദ് എന്നിവ ഉൾപ്പെടെ 19 നഗരങ്ങളിലാണ് സർവേ നടക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരത്താണ് സർവേ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഉപഭോഗ രീതികളുടെ അടിസ്ഥാനത്തിലാണ് ഈ നഗരങ്ങളെ തെരഞ്ഞെടുത്തത്. മുംബൈ ആസ്ഥാനമായുള്ള ഏജൻസിക്കാണ് സർവേ ചുമതല. പൊതുജന പങ്കാളിത്തത്തിനായി RBI ഓൺലൈൻ സർവേയും ആരംഭിച്ചിരുന്നു. RBI വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ലഭ്യമായ സർവേ ഫോമുകൾ പൂരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും അഭിപ്രായം രേഖപ്പെടുത്താനാകും. സർവേ ഫലങ്ങൾ RBIയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ പ്രസിദ്ധീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള വാർത്തകൾ നോക്കാം. മികച്ച പ്രകടനത്തിനുള്ള പൊതുമേഖലാ സ്ഥാപനത്തിനായി വ്യവസായ വാണിജ്യ വകുപ്പ് ഏർപ്പെടുത്തിയ പുരസ്കാരം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് KSIEക്ക് ലഭിച്ചു. 2024-25 കാലയളവിലെ മികച്ച പ്രകടനത്തിനാണ് പുരസ്കാരം. 50 കോടിക്കും 100 കോടിക്കും ഇടയിൽ വാർഷിക വരുമാനമുള്ള സ്ഥാപനങ്ങളുടെ വിഭാഗത്തിലാണ് KSIEക്ക് പുരസ്കാരത്തിന് അർഹമായത്. സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ അനുസരിച്ച് ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ആണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രകടനം വിലയിരുത്തിയത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ KSIE 8 കോടി രൂപ ലാഭം നേടി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ വ്യവസായ സാധ്യതകളും തൊഴിലവസരങ്ങളും പ്രയോജനപ്പെടുത്തിയ ഒരേ ഒരു പൊതുമേഖല സ്ഥാപനമാണ് KSIE. ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ ഓണസമ്മാനം 200 രൂപ വർദ്ധിപ്പിച്ചു. ഇത്തവണ 1200 രൂപ വീതം ഓണസമ്മാനം ലഭിക്കുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ തവണ 1000 രൂപ വീതമാണ് ലഭിച്ചത്. 5,25,991 തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ഇതിനായി സർക്കാർ 51.96 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 100 പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ 5,19,623 പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക. ആശ്വാസകിരണം പദ്ധതിയിൽ ഈ മാസം വരെയുള്ള മുഴുവൻ ധനസഹായം അനുവദിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ R ബിന്ദു അറിയിച്ചു. 8,75,76,600 രൂപയാണ് ഓണത്തോടനുബന്ധിച്ച് അനുവദിച്ചിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം അനുവദിച്ചിരുന്നു. ഇതോടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കാസർഗോഡ് ജില്ലകളിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് 10 മാസത്തെ ധനസഹായവും മറ്റു ജില്ലകളിലെ ഗുണഭോക്താക്കൾക്ക് 11 മാസത്തെ ധനസഹായവും ഒരുമിച്ച് ലഭിക്കും. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 50 രൂപയും പവന് 400 രൂപയുമാണ് കൂടിയത്. സ്വർണം ഗ്രാമിന് 9,355 രൂപയും പവന് 74,840 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 40 രൂപ കൂടി 7,680 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളി വിലയിലും വർധനവുണ്ട്. ഗ്രാമിന് 2 രൂപ ഉയർന്ന് 126 രൂപയിലാണ് വ്യാപാരം നടന്നത്.